വെളുപ്പിനാട്ടോ ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി വണ്ടി കയറണാണ്. 5:30 ഇറങ്ങണമെന്നായിരുന്നു, പക്ഷെ ഇറങ്ങി വന്നപ്പോൾ ഒരു 6:15 6:30 ആയി. നമ്മുടെ അവിടെ നിന്ന് കാലടി അങ്കമാലി ഭാഗത്ത് നല്ല ദൂരം ഉണ്ട് കേട്ടോ. തൃശ്ശൂർ വഴി അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോരാനായിട്ട്. പിന്നെ ഇലക്ഷൻ്റെ തലേ ദിവസം കാരണം അത്യാവശ്യം റോഡിൽ ട്രാഫിക് ഒക്കെ ഉണ്ടാവുമല്ലോ, കലാശക്കൊട്ടിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. ആദ്യം തൃശ്ശൂർ കഴിഞ്ഞിട്ട് ഞങ്ങളത് ഉടുപ്പി റെസ്റ്റോറൻറ്റ് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ വഴിക്കൊക്കെ പോകുന്നവർക്ക് റെക്കമെൻഡഡ് ആണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഗ്യാസിൻ്റെ ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ പൂരി അങ്ങനെ വറുത്ത സാധനങ്ങളൊന്നും ഉണ്ടായില്ല. ദോശ കോഴിക്കോട്ടേക്ക് ഭാഗത്തേക്കുള്ള ആ ഹൈവേ ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള ട്രാഫിക് ആയിരുന്നേ, ഓടിക്കാനും നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം പോയത് കോഴിക്കോട് മുട്ടായി തെരുവിലായിട്ടാട്ടോ. ഭയങ്കര ബിസി സ്ട്രീറ്റ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും. കുറേ ഷോപ്പിങ്ങും ചൂടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അവശതയാവും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് പാരഗൺ റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ. കുറച്ചേരം ക്യൂ ഇരിക്കേണ്ടി വന്നായിരുന്നേ. ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി. നമ്മൾ ആദ്യമായിട്ടാണ് അവിടുത്തെ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യുന്നത്. നമ്മളുടെ എല്ലാ ഡിഷും ഓർഡർ ചെയ്തൊക്കെ നൈസായിരുന്നു കേട്ടോ. പിന്നെ വയറിന് ഭയങ്കര കംഫർട്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല, പക്ഷെ ഇത് ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. അവിടെ പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഇളനീർ പുഡിങ് കഴിച്ച് നോക്കണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മുടെ കരിക്കിൻ്റെ അതേ ടേസ്റ്റ് അതേ ടെക്സ്ചറും ഒക്കെ കേട്ടോ. ഞാൻ 2 ഓർഡർ ചെയ്തു. അവിടെ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലോട്ട് പോയിട്ട് അവിടെ നമ്മൾ വിചാരിച്ച അത്ര വൈബ് ഉണ്ടായില്ല, എന്നാലും കുറച്ച് നേരമൊക്കെ അവന്മാർ കളിച്ചു. അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അത് ഞങ്ങൾ നേരെ പോയി നമ്മുടെ ലവ് ഷോർ ലക്ഷറി വില്ലയിലോട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, അവിടെയായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേ. അവിടെ ചെന്ന് കുറേ സമയം എടുത്ത് നമുക്കതൊന്ന് കണ്ട് ആസ്വദിക്കാൻ തന്നെ കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ പൂളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പച്ചനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ നേരം ഞങ്ങൾ റീൽസ് പിടിച്ച് ഡാൻസൊക്കെ കളിച്ച് വർത്തനമൊക്കെ പറഞ്ഞ് പൂളിൻ്റെ ഭാഗത്തോടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹോം തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെ പോയി കുറച്ച് മൂവിയൊക്കെ കണ്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസമായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ സ്വിങ്ങിലോ കുറേ നേരം നല്ല തണുത്തുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതേ കൂടെ ചുമ്മാ ഒന്ന് ചുറ്റിക്കളി. അവിടെ അടുത്തുള്ള വൈറ്റ് ഹൗസ് എന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് ടേക്ക് അവേ എടുത്തത്. അതും നൈസായിരുന്നേ.